ഇതുപോലെ ബെഡിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. ഇതെങ്ങനെ സോർട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ആ സെക്ഷൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഉദാഹരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ആ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. മസാജ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയംഭോഗമല്ല കേട്ടോ, ഒരു ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നേച്ചർ മാനിയുടെ 100% ആയുർവേദിക് ആയിട്ടുള്ള ആയുഷ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ് അപ്പ് മസാജ് ഓയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ അശ്വഗന്ധ അടക്കം വരുന്ന ഹെർബൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൃത്യമായിട്ടുള്ള ഉദാഹരണവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ആ ലിംഗത്തിന് ഹെഡ് ഏരിയയിൽ നല്ല സെൻസിറ്റിവിറ്റി ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ നമ്മുടെ സെക്ഷൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ആ ലിംഗത്തിന്റെ ലോവർ ഏരിയയിൽ നിന്ന് അപ്പർ ഏരിയയിലോട്ട് സിമ്പിൾ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലല്ല ചെയ്യേണ്ടത് കേട്ടോ, ഉദ്ദേശിച്ചിട്ടല്ലാത്ത അവസ്ഥയിലാണ് ചെയ്യേണ്ടത്. അതൊരു സ്വയംഭോഗത്തിലേക്ക് ചെന്ന് കലാശിക്കാതിരിക്കാം. മസാജിനെ മസാജായിട്ട് തന്നെ കണ്ടുകൊണ്ട് മസാജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ ബെഡിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പ്രോൺ മാസ്റ്റുർബേഷൻ രീതി എങ്ങനെയാണ് ഒരു പ്രശ്നക്കാരനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. സ്വയംഭോഗം എന്ന് പറയുന്നത് തികച്ചും ബയോളജിക്കലും നോർമലും ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് മെത്തേഡുകൾ ചെയ്യരുത്, അതായത് പ്രോൺ മാസ്റ്റുർബേഷൻ പോലുള്ള റോങ് മെത്തേഡുകൾ ചെയ്യരുത്. അതേപോലെ തന്നെ അഡിക്റ്റഡ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലും ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി പ്രോൺ മാസ്റ്റുർബേഷൻ എങ്ങനെയാണ് ഒരു പ്രശ്നക്കാരനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഒരു റബ്ബിങ് ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബോഡിയുടെ ഒരു മർദ്ദം ആ ലിംഗത്തിൻ്റെ പുറത്ത് വരുന്നുണ്ട്, ദെൻ ആ ബെഡിലോട്ട് കൂടി ആയിട്ടൊരു മർദ്ദം വരുന്നുണ്ട്. ദെൻ ആ ഒരു റബ്ബിങ് ആക്ടിവിറ്റി സംഭവിക്കുമ്പോഴാണ് അവർക്ക് ആ കൃത്യമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ആ സ്കലനവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി സെക്ഷൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ലഭിക്കുന്ന അതേപോലെ ഒരു മർദ്ദവും സ്റ്റിമുലേഷനും ആ ഒരു വെജൈനൽ ഇന്റർകോഴ്സിൽ ലഭിക്കാതെ വരികയും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എത്ര സമയം ചെയ്ത് കഴിഞ്ഞാലും ആ സ്കലനം സംഭവിക്കുന്നില്ല, അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നില്ല, അപ്പോൾ ആ ഉദ്ധാരം നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ഇത് ആ ഒരു സെക്ഷൽ ലൈഫിന് മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ, ആ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലൊക്കെ വരാം എന്നുള്ളതാണ്. പല ആൾക്കാർ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രോൺ മാസ്റ്റുർബേഷൻ രീതി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇതാണ്. ഈ രീതി ഇതേപോലെ തന്നെയുള്ള ഒരു മർദ്ദം വെജൈനൽ ഇന്റർകോഴ്സിൽ കിട്ടാതെ വരികയും ഒരുപാട് സമയം ചെയ്ത് കഴിഞ്ഞാൽ സ്കലനം നടക്കുന്നില്ല, ആ സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളത്. ചില ആൾക്കാർ ചിന്തിക്കും ഒരുപാട് സമയം കൂടുതൽ കിട്ടുകയല്ലേ ചെയ്യുന്നത്, അത് കൂടുതൽ സെക്ഷൽ ലൈഫിന് അടിപൊളിയാക്കില്ല എന്നുള്ളത്. പക്ഷേ ഒരു സംതൃപ്തി കിട്ടാതെ കുറേ സമയം ഉദാഹരണം ഉണ്ടായി, ആ ബന്ധപ്പെടുമ്പോൾ ഉദാഹരണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് സംതൃപ്തി കിട്ടാത്ത പക്ഷേ ആ മെയിൽ പാർട്ണറിന്റെ കേസിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെ ഇത് നമുക്ക് സോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാലങ്ങളായിട്ട് ഇത്തരം രീതികൾ ശീലിച്ച് വരുന്ന സമയത്ത് അതിന് മാറ്റിയെടുക്കാനും നമ്മൾ സമയമെടുക്കും. അപ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഇത്തരം രീതികൾ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് കാര്യമായിട്ട് മാറ്റുക. അതുപോലെ ഡെയിലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊരു 1 വീക്ക് ഗ്യാപ്പിലോട്ട് കൊണ്ടുവരിക. എത്ര ഗ്യാപ്പ് എടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ഗ്യാപ്പ് എടുക്കുകയും ദെൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്യുക. ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒന്നും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അമിതമായിട്ട് മർദ്ദം കൊടുത്ത് ചെയ്യരുത്. സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ലൂബ്രിക്കൻ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ഒന്നും പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ട്, ചിലപ്പോൾ മാസങ്ങളുടെ ഒരു ടൈം എടുത്തെന്ന് വരും, അതിനോട് നമ്മൾ പതിയെ പൊരുത്തപ്പെട്ട് വരികയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കാരണം കാലങ്ങളായി ശീലിച്ചു വന്നാണ്. സോ അത് സോർട്ട് ചെയ്യാനും ഒരു നിശ്ചിത ടൈം എടുക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 2 മാസമായിരിക്കാം. ഹാൻഡ് ഉപയോഗിച്ചുള്ള രീതി ഓൾമോസ്റ്റ് ആ ഒരു അധികം പ്രഷർ കൊടുക്കാതെ ഒരു ലൂബ്രിക്കൻ്റ് കൂടി ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആ വെജൈനൽ സെക്സുമായിട്ട് സിമിലർ ആയതുകൊണ്ട് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതാണെന്നുള്ളതാണ്. അപ്പോൾ പ്രോൺ മാസ്റ്റുർബേഷൻ രീതിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സെക്ഷൽ ലൈഫിലോട്ട് കടന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പെർട്ട് ഹെൽപ്പ് തേടുകയും ചെയ്യാന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ഇതൊന്നും അറിയാതെ പല ആൾക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ സുഹൃത്തുക്കൾ തന്നെ ചെയ്യുന്നുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയും ചെയ്യുന്നുണ്ടാവും. സോ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.